ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാലി ലിൻസൺ. ഞാൻ പുതുക്കാട് സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, അത്ഭുത ജപമാലയിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടി പങ്കെടുക്കുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ മകൻ കാനഡയിൽ നിന്ന് വിളിച്ചു പറയണത്, എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റാണ്, നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ റാഫേലച്ചൻ വിളിച്ചു പറഞ്ഞു, എഡ്വിനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന്. ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എഡ്വിന് ടെസ്റ്റിൽ പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ ഫോൺ വന്നു, അമ്മ ഞാൻ DG ടെസ്റ്റ് പാസ്സായി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന്. അത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും അന്തോണസ് പുണ്യാളിനും പ്രത്യേകം പ്രാർത്ഥിച്ച റാഫേലച്ചനും എല്ലാവർക്കും നന്ദി പറഞ്ഞോളുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ചൊവ്വാഴ്ചകളും ലൈവായിട്ട് അത്ഭുത ജപമാലയിൽ പങ്കുകൊള്ളും. പിന്നെ എല്ലാ ദിവസവും ഞാൻ റെക്കോർഡഡ് ജപമാല കൂടുമായിരുന്നു. അങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്ന എൻ്റെ മകന് ഒരു ജോലി ശരിയായി കിട്ടണില്ല. പിന്നെ അവൻ്റെ വിവാഹ തടസ്സം ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ എൻ്റെ മകന് നല്ലൊരു വിവാഹബന്ധം കിട്ടണം, അതുപോലെ തന്നെ ഒരു ജോലി കിട്ടണം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഫേലച്ചൻ വിളിച്ച് പറയുകയാണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മകന് അവൻ സ്റ്റഡ് കുത്തിയിട്ടുണ്ട്, അത് ഊരി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തടസ്സങ്ങളൊക്കെ മാറി കിട്ടുമെന്ന് പ്രാർത്ഥിക്കാൻ പറയാം. അവൻ കുത്തിയിട്ടുണ്ടായിരുന്നു, ഞാനും സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ സ്റ്റഡ് ഉരി വെച്ചിട്ട് നീ ഇൻ്റർവ്യൂവിന് പോടാമെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കാനഡയിലുള്ള എല്ലാവരും ഉരി വെക്കേണ്ട അമ്മയെന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നിൻ്റെ യുക്തി പോലെ ചെയ്യുന്നു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ മോന് ഊരാനായിട്ട് തോന്നണില്ല, ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റഡ് ഊരി അവന് പകരം ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് സ്റ്റഡ് ഊരി. അത് കഴിഞ്ഞതിന് ശേഷം അവന് തന്നെ തോന്നി അവൻ്റെ സ്റ്റഡ് ഊരാന്ന്. അങ്ങനെ അവനും അവൻ്റെ സ്റ്റഡ് ഊരി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവന് ഇൻ്റർവ്യൂവിന് പോയി, ജോലി കിട്ടി. ഏതാനും ഒരു മാസം കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും ഒരു വിവാഹകാര്യം ഞങ്ങൾക്ക് വന്നു. ഒരു കാനഡയിൽ എന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ വിവാഹം അവൻ പോയി, അവളെ കണ്ടു, വിവാഹം നടന്നു, എല്ലാം മംഗളമായിട്ട്. നല്ലൊരു കൈയ്യടി കൊടുത്ത വലിയൊരു സാക്ഷ്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, എത്ര നാളെ മോന് ജോലി കിട്ടാനും ഒരു വിവാഹം നടക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വിഷമിച്ചും ആകുലപ്പെട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അമ്മയും മോനും ഇതൊക്കെ ആവശ്യമില്ലാത്ത, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഈ സാധനങ്ങളൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിച്ചപ്പോൾ ഇതെല്ലാം പെടപെടാന്ന് നടന്നു കിട്ടുകയാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ സ്ഥിരം കാണുന്നത്, ഇവിടുത്തെ ശുശ്രൂഷ കാണുന്നവർക്ക് അറിയാം, ഇതൊക്കെ മുന്നും ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം നടത്തി തന്ന ദൈവപിതാവിനും ഈശോയ്ക്കും പ്രത്യേകിച്ച് റാഫേലച്ചനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു.